ഹായ് ഫിച്ചർ ഡോക്ടേഴ്സ്. ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പം നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടില്ലേ ശ്രുതി മാം വന്നിട്ട് പറയാൻ പോവാണ്, അതായത് ഇനി സമയമുണ്ട് മക്കളെ, നിങ്ങൾ ഇനിയാണെങ്കിൽ പഠിച്ചാൽ മതി, ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാം, റിയാലിറ്റി ചെക്ക് എന്നാണല്ലോ നമ്മുടെ തമ്പിൽ കിടക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മിസ് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ, നമ്മളെല്ലാവരും ഒരു കോൺസ്റ്റൻറ്റ് റഷിലാണ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആവണം, നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവണം, നമ്മൾ മോക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് അപ്പം തന്നെ സ്കോർ കിട്ടണം. സോ വി ആർ ഇൻ ദിസ് കോൺസ്റ്റൻറ്റ് റഷ് ഓഫ് മേക്കിംഗ് എവറിത്തിങ് പെർഫെക്റ്റ്. So what I want to tell you all my future doctors, this is the actual reality check which I'm telling you, that it is okay to fail. Like please plan for failure also. When you plan, നിങ്ങളൊരു മോക്ക് എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു, എനിക്കിതെല്ലാം കറക്റ്റായി കിട്ടും എന്നുള്ളൊരു ആ ഒരു ഹോപ്പിൽ നിങ്ങൾ പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ തെറ്റി പോകുമ്പോൾ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ GIB എക്സാം എഴുതി, ഇനി GIB വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ GIB എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിച്ച സ്കോർ നിങ്ങൾക്ക് കിട്ടാണ്ട് വരുമ്പം, പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഹോപ്പ്ലെസ്, യു ഫീലിംഗ് ലൈക്ക് എ ഫെയിലിയർ. ദാറ്റ് ഈസ് വൈ, ബിക്കോസ് you were not prepared for this. So please plan for failure. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ലൈഫിൽ ഈ നീറ്റ് എക്സാം മാത്രമല്ല, ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളെപ്പോഴും നല്ലതാണ് നമ്മൾ ചിന്തിക്കുക, നല്ലത് വരണേ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ വി ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ഫോർ ദ വേഴ്സ്റ്റ്. എപ്പോഴും എല്ലാം എന്താ പറയുക, നമ്മളുടെ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. സോ ആദ്യം കുറേ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കുറേ ഫെയിലിയേഴ്സ് വരും അല്ലേ, കുറേ ഫോൾ ബാക്സ് ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻച്വലി തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്, ബിക്കോസ് എവറിത്തിങ് ഹാസ് എ ടൈം. ലൈക്ക് ആ കറക്റ്റ് ടൈം ആകുമ്പോൾ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കും. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ്, നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ചുറ്റിലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഭയങ്കര ഒരുപാട് പേര് ഒരുപാട് കൺസേണിലാണ്. എക്സാമിൻ്റെ പാറ്റേൺ എന്തായിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവുമോ, ഏജ് ലിമിറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമോ? കാരണം ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒന്നും NTAയിൽ നിന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുക, ആൻഡ് ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓൾവേസ് ഹോപ്പ് ഫോർ ദ വേഴ്സ്റ്റ്. ലൈക്ക് അയ്യോ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ബാഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമാവില്ലേ. സോ ഞാനൊരു റിയാലിറ്റി ചെക്ക് നിങ്ങൾക്ക് തരാണ്. വി ഷുഡ് ഓൾസോ പ്ലാൻ ഫോർ ഫെയിലിയർ വെൻ യു പ്രിപ്പയർ, ഓക്കെ, സോ ദാറ്റ് യു വിൽ നോട്ട് ഫോൾ ഇൻ ടു ദ ട്രാപ്പ് ഓഫ് പെർഫെക്ഷനിസം. അതായത് എല്ലാം പെർഫെക്റ്റ് ആയാലേ, എനിക്ക് എല്ലാ മോക്ക് ടെസ്റ്റിലും ടോപ്പ് സ്കോർ കിട്ടിയാലേ എനിക്ക് നീറ്റിൽ ടോപ്പ് സ്കോർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാ കോൺസെപ്റ്റും പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തലയിൽ കയറും, ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് കുറേ വായിച്ചാൽ മാത്രമേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഓക്കെ, സോ കുറേയൊക്കെ നമ്മൾ ഇംപെർഫെക്റ്റ് ആണല്ലോ, നമ്മളെല്ലാവരിലും ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇംപെർഫെക്ഷൻസ് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ എവിടെയാണ് ഫോൾ ബാക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് വീക്ക് ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുക. വി ക്യാൻ ഓൾവേസ് വർക്ക് ഓൺ ഇറ്റ് അല്ലേ, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും, ഇനി നിങ്ങൾ സപ്പോസ് നീറ്റൊക്കെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ ഇനി ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഒരുപാട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാകും. നമ്മളുടെ ആക്ച്വൽ ലൈഫിൽ എപ്പോഴും എന്താ പറയുക, വി കനോട്ട് ബി എക്സ്പെക്റ്റിംഗ് ലൈക്ക് ഒരു ഡ്രീമി ആൻഡ് ഓൾ പോസിറ്റീവ് ഓൾ ഹാപ്പി തിങ്സ് ഒന്നും മാത്രമായിരിക്കില്ല നമ്മുടെ ലൈഫിൽ നടക്കുക. ഞാൻ നിങ്ങൾ പലരിലും കാണുന്ന ഒരു കാര്യമാണ് അത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, അതായത് മിസ്സേ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല, നടക്കുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് we are all living in this perfect world of perfectionism. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും everyone is trying to showcase their perfect life അല്ലേ. why? so റിയൽ ലൈഫിൽ വരുമ്പം there are imperfections. same thing applies to your studies also. so please plan for failure my children. ഈ ഒരു മെസ്സേജ് നിങ്ങളോട് വന്ന് പറയണം തോന്നി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ടല്ലോ, അതാണല്ലോ നമ്മൾക്ക് അറിയേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ നവംബർ മന്തായി, നമുക്ക് കുറച്ച് മാസങ്ങൾ കൂടെ ഉള്ളൂ. ഇപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി പ്രിപ്പറേഷനൊക്കെ ആദ്യമേ തുടങ്ങിയവർ ഇപ്പോൾ ഫുൾ സിലബസൊക്കെ തീർത്ത് അവരുടെ റിവിഷനൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും, അപ്പോഴാണ് ഞാൻ ആദ്യം മുതലേ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാൻ പറയാണ്, നീറ്റ് എക്സാം അഗെയിൻ ഞാൻ പറയുന്നു, ഫോർ ദ 100th ടൈം ഐ എം ടെല്ലിങ് യു,
ഇതൊരു തിയറിറ്റിക്കൽ എക്സാം അല്ലല്ലോ. നിങ്ങൾ എല്ലാ ചാപ്റ്ററും വിശദമായി പഠിച്ച് കോൺസെപ്റ്റ് ഫുള്ള് പോയി എഴുതി വെക്കാൻ ഇറ്റ്സ് നോട്ട് എ തിയറിറ്റിക്കൽ പേപ്പർ. വാട്ട് യു നീഡ് ഇസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റഡി പ്ലാൻ ദാറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഫോർ യു. അതായത് നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങണ സമയം, എണീക്കുന്ന സമയം, നിങ്ങളുടെ ദിനചര്യകൾ എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാൻ, സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. അത് നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിലൊക്കെ ഉള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഓഫ്ലൈൻ ഉള്ളവർക്കും ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ടൈം നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ആക്കിക്കേ. ഒരു സ്വന്തമായിട്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചു ഒരു ഡ്രീമി വേൾഡിൽ ഇങ്ങനെ എല്ലാം നടക്കും, എല്ലാം നന്നാവും നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. യു ഹാവ് ടു ഡ്രീം ബട്ട് യു ഷുഡ് ഓൾസോ വർക്ക് ഫോർ യുവർ ഡ്രീംസ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. നമുക്ക് നല്ലൊരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാനാണ്. അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക. ചിലർക്ക് 4-5 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും സൗകര്യം, ചിലർക്ക് 1 മണിക്കൂർ പഠിച്ചാൽ മതി, പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്നവരായിരിക്കും. എങ്ങനെയാണെങ്കിലും അത് പ്ലാൻ ചെയ്യുക. ചിലർ വിചാരിക്കും നിങ്ങളിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് കാണും, നിങ്ങൾ സമാധാനമായിട്ട് ആ സ്റ്റഡി പ്ലാൻ അങ്ങ് ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴായിരിക്കും എവിടെയെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പറയും, എടാ ഞാനുണ്ടല്ലോ എല്ലാ ദിവസവും എല്ലാ സബ്ജക്ട്സും നോക്കും, ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി, ടൈം ഡിവൈഡ് ഞാനതെല്ലാം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരാഴ്ചയിൽ എൻ്റെ ആകുമ്പോഴേക്കും എനിക്ക് എല്ലാം നോക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാനിക്കാവും. അയ്യോ ഞാനാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ഫിസിക്സ്, പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ കെമിസ്ട്രി അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തത്. അങ്ങനെ നിങ്ങൾ ഭയങ്കര പാനിക്കായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ചെയ്യുന്നത് യു ഹാവ് പ്ലാൻഡ് വാട്ട് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ യു. വാട്ട് ഈസ് വർക്ക്ഡ് ഔട്ട് ഫോർ യു മേ നോട്ട് വർക്ക് ഔട്ട് ഫോർ സമ്മൺ എൽസ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിന് വർക്കൗട്ട് ആവുന്ന പ്ലാന് നിങ്ങൾക്ക് ചിലപ്പം എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമായിരിക്കും, നിങ്ങൾക്ക് അത് പറ്റില്ലായിരിക്കും. അപ്പം ദാറ്റ്സ് ഓക്കെ. Okay, so എല്ലാവരും ഫോളോ ചെയ്യുന്ന ആ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ, there's nothing called a perfect study plan or there's nothing called something that's going to work for everyone, because ഓരോരുത്തരും നമ്മൾ ഡിഫറെൻ്റ് അല്ലേ, ഓരോ മനുഷ്യന്മാരും ഡിഫറെൻ്റ് അല്ലേ, നമ്മളുടെ ഓരോരുത്തരുടെയും DNA ഡിഫറെൻ്റ് അല്ലേ. സോ ലൈക്ക് ദാറ്റ് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. സോ പ്ലീസ് ഫിഗർ ഔട്ട് എ പ്ലാൻ ദാറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ യു. എന്നിട്ട് നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് എന്താ, കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ മക്കൾ ഇത് മനസ്സിലാക്കുക. ബയോളജിയിലൊക്കെ നമുക്ക് ഒരുപാട് വായിച്ച് തിയറി മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പക്ഷേ വെൻ യു കം ടു സബ്ജക്ട്സ് ലൈക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമുക്ക് അവിടെ കുറേ ന്യൂമറിക്കൽസ് ഉണ്ട്. സോ അവിടെ നിങ്ങളുടെ ബേസിക് മാത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്പേഴ്സ് ഓർത്ത് വെക്കാനുള്ള, ഫോർമുലാസ് ഓർത്ത് വെക്കാനുള്ള നിങ്ങളുടെ കഴിവ്, കാൽക്കുലേഷൻസ്, ചെറിയ കാൽക്കുലേഷൻസ് മനസ്സിൽ തന്നെ. എല്ലാത്തിനും നമുക്ക് കാൽക്കുലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോണും കയ്യിലെടുക്കും അല്ലേ. അപ്പം പ്രാക്ടീസ് ദിസ്. നിങ്ങൾ വീട്ടിൽ ചെറിയ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, ഫൈനൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ തന്നെ സ്പീഡും അക്യുറസിയും കാൽക്കുലേഷൻ സ്കില്ലും ന്യൂമറിക്കൽസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ കുറേ വെറുതെ NCERT വായിച്ച് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മാത്രം പോരല്ലോ. കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് യുവർ ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട് അവിടെ, അതുപോലെ ആക്യുറസി വരുന്നുണ്ട്, അതുപോലെ ന്യൂമറിക്കൽസ്, കാൽക്കുലേഷൻസ്, ഇതിൻ്റെ ഒക്കെ സ്കില്ല് വരുന്നുണ്ട്. കറക്റ്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ല്. ഇപ്പം നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഓർഗാനിക്കിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചേഴ്സും ഇതുമൊക്കെ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ. സോ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ. സോ അതൊക്കെ നിങ്ങളുടെ ഈ സ്കില്ലിനെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ഇൻ്റലക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പ്രാക്ടീസിന് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് തിയറിറ്റിക്കൽ മാത്രം പോരാ, ടെക്നിക്കൽ ഓൾസോ, പ്രാക്ടിക്കൽ ഓൾസോ, പ്രാക്ടീസിങ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് മോക്ക് എക്സാം എഴുതുക. സോ നമുക്ക് GIB എക്സാം ഉണ്ട്, അതുപോലെ വീക്ക്ലി ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ബാച്ചസിൽ. അപ്പം ഏത് ടെസ്റ്റ്, ചെറുതോ വലുതോ, പറ്റുന്നത്രയും ടെസ്റ്റുകൾ എഴുതി നോക്കുക. ആൻഡ് വെനെവർ യു ആർ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പോൾ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമുക്കറിയില്ല എക്സാം പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഏജ് ലിമിറ്റ്, അതെന്തുമായിക്കോട്ടെ. ഐ ടോൾഡ് യു ബി റെഡി ഫോർ ദ വേഴ്സ്റ്റ്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇപ്പോഴുള്ള സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം മൾട്ടിപ്പിൾ ചോയ്സ്, അസേർഷൻ, റീസൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. സില്ലി മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മൾ NCERT നമ്മൾ പറയില്ലേ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, ചില ഹിഡൻ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ഇതെനിക്ക് അറിയുന്നതാണെന്ന് വെച്ച് നമ്മളങ്ങനെ വായിച്ചു പോകും. അതുപോലെ ഒരു ഇതാണ് നമ്മുടെ ഇക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഗോസസ് തിയറി ഓഫ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ, ഗോസസ് തിയറി ഓഫ് കോമ്പറ്റീറ്റീവ് റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ വാബ്ലർ ബേർഡ്സിനെ, മാക് ആർത്തർ വാബ്ലർ ബേർഡ്സിനെ വെച്ചിട്ട് മറ്റേ റിസോഴ്സ് പാർട്ടീഷനിങ്ങിൻ്റെ
പ്രോഗ്രാമിൻ്റെ ഒരു തിയറി പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം നീറ്റിൽ ആ പാരഗ്രാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു എന്താ പറയുക, ഹിഡൻ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. ആൻഡ് ദർ വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്. സോ വാട്ട് ഐ എം ടെല്ലിങ് യൂസ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് തരാം. സോ വി നീഡ് ഫോർ ബയോളജി എസ്പെഷ്യലി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നല്ല പോലെ മനസ്സിരുത്തി വായിക്കുക. വെറുതെ ജനറൽ ആയിട്ട് ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മാത്രം വായിച്ച് പോവാതെ ഫോർ ബയോളജി നല്ല ഇൻ ഡെപ്ത് റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ NCERT നോക്കുമ്പോൾ സോൾഡ് എക്സാമ്പിൾസ്, പിന്നെ ബോക്സസിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെസ്റ്റുകൾ എഴുതി ഈ 3 കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഉള്ള കൺസേൺ, ഞാൻ ഇതുവരെയുള്ളത് എന്ത് ചെയ്യും, ഒരുപാട് പെൻഡിങ് ഉണ്ടല്ലോ. ഞാൻ ജോയിൻ ചെയ്ത ബാച്ചിലൊന്നും എനിക്ക് റെഗുലറായിട്ട് ക്ലാസ്സസ് കൊണ്ടുപോകാൻ പറ്റിയില്ല, ഒരുപാട് എനിക്ക് പെൻഡിങ് വന്നു, ആൻഡ് ഐ എം സ്ട്രഗ്ലിങ്. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇപ്പം നമ്മുടെ ഏത് ബാച്ചിൽ ഏത് ക്ലാസ് ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റെഗുലറായിട്ട് പോവട്ടെ. പെൻഡിങ് ആയിട്ടുള്ളതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമുക്കിനി റിവിഷൻ ടൈം വരുന്നുണ്ട്. ഇനി റിവിഷൻ വേണമെങ്കിൽ നമ്മുടെ ക്രാഷ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സ് നല്ലപോലെ മനസ്സിലാക്കി എടുക്കാം. പെൻഡിങ് ആയിട്ടുള്ളത് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി എടുക്കാം. സോ അതൊക്കെ മനസ്സിൽ വെക്കുക. അഗെയിൻ ഐ എം ടെല്ലിങ് യു, പ്ലാൻ ഫോർ ഫെയിലിയർ. നിങ്ങൾ നീറ്റിൽ ഫെയിൽ ആവുന്നോ, നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. യു വിൽ ഓൾ ക്ലിയർ യുവർ നീറ്റ് എക്സാം. നിങ്ങൾ അടിപൊളി സ്കോർ വാങ്ങിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് കോളേജിൽ നിങ്ങൾ പോവുകയും ചെയ്യും. നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ആവും. പക്ഷേ വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ്, ഡോണ്ട് കീപ് ഡ്രീമിങ്, ജസ്റ്റ് ഡ്രീമിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, പ്ലീസ് പ്രിപ്പയർ ഫോർ ഫെയിലിയേഴ്സ് ഓൾസോ. നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീണ് പോവും, തളർന്നു പോവും. പക്ഷേ വിൽ ഓൾ ഗെറ്റ് അപ്പ് സ്ട്രോങ് ആൻഡ് കം ബാക്ക്, അല്ലേ? അപ്പം അതൊന്ന് മനസ്സിൽ വെക്കുക. സോ പ്ലാൻ ഫോർ ദ ബെസ്റ്റ്, ആൻഡ് ഐ ഹോപ്പ് ദിസ് മെസ്സേജ് വാസ് ഹെൽപ്ഫുൾ ഫോർ ഓൾ ഓഫ് യു, മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓൾ ദ ബെസ്റ്റ്.